കലാ കായിക തുറകളിൽ ആവശ്യമായ പരിശീലന കേന്ദ്രങ്ങൾ ഇല്ലാതെ പോകുന്നതാണ് പ്രവാസ ലോകം നേരിടുന്ന വലിയ പരിമിതി. എന്നാൽ അടുത്തിടെ ഈ അവസ്ഥയ്ക്ക് കുറച്ചൊക്കെ മാറ്റം കാണുന്നു. പ്രവാസ ലോകത്തെ പ്രതിഭകളായ പുതുതലമുറയ്ക്ക് മാർഗനിർദ്ദേശം നൽകാൻ ഇത്തരം കേന്ദ്രങ്ങൾ ഏറെ ഉപകരിക്കുകയും ചെയ്യുന്നു. നൃത്തവും സംഗീതവും കരാട്ടയും ഉൾപ്പെടെ നിരവധി തുറകളിൽ പരിശീലനം നൽകുന്ന കേന്ദ്രങ്ങൾ പ്രവാസ ലോകത്ത് ഇപ്പോഴുണ്ട്. വാണിജ്യ താൽപര്യത്തോടൊപ്പം തന്നെ സേവനമുദ്ര പതിപ്പിക്കാനും ഈ കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇത്തരം പരിശീലനം ലഭിക്കുന്ന പ്രവാസ ലോകത്തെ പ്രതിഭകൾ മുഖ്യധാരയിൽ ശ്രദ്ധ നേടുന്നുമുണ്ട്. കലാകായിക മേഖലയിൽ കൂടുതൽ ഉയരങ്ങൾ തേടാൻ ഈ പ്രതിഭകൾക്ക് പരിശീലന കേന്ദ്രങ്ങൾ സഹായകമാകുന്നുണ്ട്. അതേസമയം പണം പിടുങ്ങുന്ന കേന്ദ്രങ്ങളായി ഇവയിൽ ചിലതെങ്കിലും മാറുന്നുവെന്ന ആക്ഷേപവുമുണ്ട്. പ്രവാസ ലോകത്തെ കലാകായിക പരിശീലന കേന്ദ്രങ്ങളെ വിലയിരുത്തുകയാണ് ഇത്തവണ ടി ടോക്ക്. Come, let's chat on Tea Talk. It's me, Chris, with you. ഇന്ന് ടി ടോക്കിൽ നമ്മോടൊപ്പം VA മുഹമ്മദ് ഇക്ബാൽ, യുണൈറ്റഡ് കരാട്ടെ ഗ്രൂപ്പ് ഇന്റർനാഷണലിന്റെ ചീഫ് ഇൻസ്ട്രക്ടർ. എറണാകുളമാണ് സ്വദേശം. 3.5 പതിറ്റാണ്ടായി UAE 9 ക്ലബ്ബുകളിലായി കരാട്ടെ പരിശീലനം നൽകുന്നു. വൈഷ്ണവി കൃഷ്ണകുമാർ, ജനിച്ചതും വളർന്നതും UAEയിൽ. പ്രവാസ ലോകത്തെ കലാകേന്ദ്രങ്ങളിൽ നിന്ന് ഭരതനാട്യം, മോഹിനിയാട്ടം എന്നിവ പഠിച്ചു. BA ജേർണലിസം വിദ്യാർത്ഥിനി കൂടിയാണ് വൈഷ്ണവി. മാർട്ടിൻ ജേസൺ AC, ജാസ് റോക്കേഴ്സ് എന്ന ഡാൻസ് ആർട്സ് സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ. 11 വർഷമായി UAEയിൽ. തൃശൂരാണ് സ്വദേശം. ഗോപാൽ കെ മാരാർ, കാസർഗോഡ് പനയൽ സ്വദേശി. പ്രവാസ ലോകത്തെ മികച്ച ചെണ്ട പരിശീലകൻ. 2 പതിറ്റാണ്ടായി UAEയിൽ. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഈ കലാകാരന് വിപുലമായ ശിഷ്യസമ്പത്തുണ്ട്. കലാകായിക വാസനയെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമുണ്ട്. എന്നാലും മാർട്ടിനടുത്ത് തന്നെ ചോദിച്ചു തുടങ്ങാം. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ ഇവർ പഠിക്കാൻ വരുന്നത് ശരിയായ രീതിയിൽ തന്നെ പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരാണോ അതോ ഫോഴ്സ് ചെയ്ത് വരുന്ന ആൾക്കാരാണോ കൂടുതൽ? എനിക്ക് വളരെ കോമൺ ആയിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഫോഴ്സ് ചെയ്ത് വരുന്ന കുട്ടികളെക്കാൾ കൂടുതൽ. അങ്ങനെ ഒരു ക്വസ്റ്റ്യനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത് 3-3.5 വയസ്സിലാണ് നമുക്ക് 3 to 5 years മുതൽ ക്ലാസ്സുകളുണ്ട്. 3 വയസ്സിൽ വരുന്നൊരു കുട്ടി ആളുടെ ഇൻട്രസ്റ്റിലാണോ വരുന്നത്, ഫോഴ്സ് ചെയ്തിട്ടാണോ വരുന്നത് എന്ന് നമുക്ക് ആ ഒരു ഏജിൽ മനസ്സിലാക്കാൻ പറ്റില്ല. റൈറ്റ്. അപ്പോൾ ഫോഴ്സ് ചെയ്തിട്ടാണ് വരുന്നത്? ഒരിക്കലുമല്ല. അതാണ് ഞാൻ പറയുന്നത്. പലപ്പോഴും കുട്ടിക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടാകാം, അത് വന്നതിന് ശേഷമാണ് നമുക്ക് അറിയുന്നത്. അമ്മയുടെ ഇൻട്രസ്റ്റ് ആയിരിക്കില്ല. പലപ്പോഴും കുട്ടി തൊട്ടപ്പുറത്തുള്ള ആളുകളുടെ അങ്ങനെ കളിക്കുന്നത് കണ്ടിട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മ്യൂസിക് വെക്കുമ്പോൾ മ്യൂസിക്കിനനുസരിച്ച് എന്തെങ്കിലും സ്റ്റെപ്പുകൾ എടുക്കുന്നത് കണ്ടിട്ടോ അങ്ങനെയൊക്കെ പാരൻസ് കൊണ്ടുവരും. വൺസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഹി ഓർ ഷീ. എന്തായാലും വൈഷ്ണവി ഇപ്പോൾ മാറ്റം പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ? അങ്ങനെ ഫോഴ്സ് ചെയ്ത് വന്നതാണോ അതോ ഇഷ്ടത്തിൽ വന്നതാണോ? ഞാൻ എൻ്റെ ചേച്ചി പഠിച്ചത് കണ്ടിട്ട് എനിക്ക് ഇൻട്രസ്റ്റോടെ പോയത്. പക്ഷെ ഞാൻ തന്നെ ഭരതനാട്യമാണ് തുടങ്ങിയത്. പിന്നെ കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ഒഡീസി എന്ന് പറഞ്ഞ കുറേ ക്ലാസ്സിൽ കയറി. പിന്നെ ഒരു ഏജ് എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എല്ലാം ഒരു അവിയൽ രൂപത്തിൽ പഠിച്ചിട്ട് കാര്യമില്ല, ഏതെങ്കിലും ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ അങ്ങനെ ഭരതനാട്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. കുറേ പേരുണ്ട് ചുമ്മാ എല്ലാത്തിലും ജോയിൻ ചെയ്യും, ഒരു ഡാൻസ് പോലും നേരെ പഠിക്കാതെ കുറേ വർഷം ചുമ്മാ പെർഫോം ചെയ്യും. സോ അതാണ് ഇവിടെ കാണുന്ന ഒരു ട്രെൻഡ്. ഇവിടുത്തെ ട്രെൻഡിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ചെണ്ട പഠിക്കാൻ എത്രത്തോളമാണ് ആൾക്കാരുള്ളത്? ഒരു താളവാദ്യം എന്ന രീതിയിൽ കേരളത്തിൻ്റെ തനിമ നമുക്ക് എടുത്തു പറയാവുന്നത് ചെണ്ട മാത്രമാണ്. അപ്പോൾ നമുക്ക് എലത്താളവും തിമിലയും മദ്ദളവും എല്ലാം ഉള്ളതിനോടൊപ്പം ചെണ്ടയില്ലാതെ നമുക്കൊരു ഉത്സവമില്ല എന്നുള്ള രീതിയിലാണ്. ഇവിടെ എത്രത്തോളമാണ് UAEയിൽ അതിനുള്ള താല്പര്യം കാണുന്നത്? ക്രിസ്, ഒരു കാര്യമാണ്, ഒരു പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഉടനെ പുറകുന്ന് ചോദിക്കും, മാഷ ഇത് പഠിപ്പിക്കുമോ ഞങ്ങളെന്ന്. ഓ പഠിപ്പിക്കാമല്ലോ. കാരണം പഠിപ്പിക്കാൻ അറിയുന്ന പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ. അതാണ് എൻ്റെ ആശാൻ എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ധാരാളം ആൾക്കാർ ചോദിക്കാറുണ്ട്, ധാരാളം ആൾക്കാർ വരാറുമുണ്ട്. അതിൽ കുട്ടികളെ ചെണ്ട പഠിക്കാൻ ഇവിടെ കുട്ടികളെക്കാളും കൂടുതൽ പ്രായപൂർത്തിയായവരെ, മീൻസ് നമ്മളെപ്പോലുള്ള ആൾക്കാരാണ് കൂടുതൽ ആൾക്കാർ. വലിയ മുതിർന്നവരാണ് വരുന്നത്. സ്ത്രീകളും വരാറുണ്ട്. ഞാൻ തന്നെ എൻ്റെ കീഴിൽ തന്നെ ഇപ്പോഴും തന്നെ അറ്റ് എ ടൈം ഒരു 60-ൽ പരം ആൾക്കാർ ഞാൻ ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. പഠിച്ച് ആദ്യം തുടങ്ങുമ്പോൾ നമ്മുടെ മലയാളികൾക്ക് ഒരു ആരംഭശൂരത്വം ഉണ്ടാവില്ലായിരുന്നു. പഠിക്കാൻ പെട്ടെന്ന് സംഭവം കഴിയും. അപ്പോൾ ഇതിവിടെ വന്നിട്ട് പഠിക്കാനും എളുപ്പമാണ്,
ഈ ചെണ്ടയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പഠിക്കേണ്ട കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ചെറിയൊരു ഇത് പറയുകയാണെങ്കിൽ നമുക്ക് ആകെ വളരെ എളുപ്പമാണ് ഇത് പഠിക്കാൻ. ഒരു 3 അക്ഷരം ആദ്യം, ത, ഖി, ട, 3 അക്ഷരം. പിന്നെ മറ്റൊന്ന് 4 അക്ഷരം. എൻ്റെ ഗുരുതുല്യനായ ശങ്കരേട്ടനെ, അതായത് മട്ടന്നൂർ ശങ്കരൻകുട്ടി മാനയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഞാൻ പറയാം, അത് നമ്മളെ കയ്യിൽ എല്ലാവരും എടുക്കുന്നുണ്ട്. അത് 4 അക്ഷരം, ത, രി, ഹി, ര. അത് അദ്ദേഹം എല്ലാ ദിവസവും പ്രയോഗിക്കുന്നൊരു ഇതാണ്. ഇതിനെ കൊണ്ടുള്ള പ്രയോഗമാണ് നമ്മൾ ചെയ്യണേ. അത് വളരെ എളുപ്പമാണ്. പക്ഷേ നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ ഇത് സമയത്തിന് കൊണ്ടുവരിക, അതാണ് ഇതിൻ്റെ പ്രാധാന്യം. എന്തായാലും 60ഓളം കുട്ടികൾ ചെണ്ട പഠിക്കുന്നു. ഇപ്പോൾ മാർട്ടിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുറേയധികം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ വൈഷ്ണവി പോലെ പല ആൾക്കാരും ഇൻട്രസ്റ്റോടു കൂടി പഠിക്കുന്നുണ്ട്. മറ്റൊരു മേഖലയാണ് കരാട്ടെ, അല്ലെങ്കിൽ ഒരു കായിക വിനോദം എന്നുള്ളതിൽ നിന്നും ഉപരി ഒരു സെൽഫ് ഡിഫെൻസ്, അല്ലെങ്കിൽ ഒരു സ്ട്രിക്റ്റ് റെജീം ഫോർ യുവർ ഓൺ ഹെൽത്ത്. അങ്ങനെ ഇൻട്രസ്റ്റ് എടുത്തിട്ട് വരുന്ന ആൾക്കാർ ഏത് തലത്തിലുള്ള ആൾക്കാരാണ്? അതേ യങ്സ്റ്റേഴ്സ്, അതോ കുറച്ചൊരു മിഡിൽ ഏജ്ഡ് ആണോ, അതോ കുറച്ച് ഓൾഡ് ഏജ് ആയാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ടോ? ഞങ്ങൾക്ക് മിക്കവാറും യങ്സ്റ്റേഴ്സാണ്, ഐ മീൻ കിഡ്സാണ് കൂടുതൽ. ലെറ്റ്സ് സേ ഫ്രം 3.5 years to 14 years, although we have a separate group for them. Then we have intermediate like 14 years to 18 years. Then also we have adults. Let's say 60% are kids, 40% adults and intermediates. This is what normally we see in the karate sections. ഈ കരാട്ടയിൽ എന്തൊക്കെ തരത്തിലാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത്? 3 martial arts. We are teaching 3 martial arts. One is Okinawan karate, is traditional Okinawan Shorin Ryuseibukan karate. Then we have traditional Jimbukan Kobudo. That's completely weapon. In karate, it's all empty hand. In weaponry training is Kobudo. That's also from Okinawa, Japan. So we are teaching 2 traditional Okinawan martial arts. That is karate and Kobudo. Then we have the Japanese martial art. That's Aikido. You might have seen Steven Seagal and doing this. So we are into 3 martial arts: karate, Kobudo, and Aikido. ഇതിൽ കരാട്ടയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ബോഡി ഒരു എന്താ പറയുക, ബോഡി ഫ്ലെക്സിബിലിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രിക്ട്നെസ്, ഈവൻ ഡയറ്റ് ആൻഡ് എക്സസൈസ്, അങ്ങനെ പല കാര്യങ്ങൾ വരുന്നുണ്ട്. എത്രത്തോളമാണ് ഇവിടുത്തെ ആൾക്കാർ അതിന് താല്പര്യം കാണിക്കുന്നത്, ഓർ ഫോളോ ഔട്ട് കൂടുതലായിട്ട് കാണുന്നുണ്ടോ? അതായത് ജോയിൻ ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ, ആശാൻ പറഞ്ഞ പോലെ, ഒരു ആരംഭശൂരത്തിൽ ഒരാഴ്ച വന്നു, 2 ആഴ്ച വന്നു, അത് കഴിഞ്ഞ് പിന്നെ കാണാണ്ടായി, അങ്ങനെയുള്ള ആൾക്കാരുണ്ടോ? There are a lot of dropouts. ഇല്ലാന്ന് പറയുന്നില്ല. അത് ഏത് ഫീൽഡിലാണ്, കരാത്തെ ആയാലും ശരി. അവർ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് എനി ഫീൽഡ് ദർ വിൽ ബി ഡ്രോപ്പ് ഔട്ട്സ്. കാരണം പണ്ട് പലവരും വരുന്നത് ഇത് വിതിൻ ഷോർട്ട് ടൈം യു ക്യാൻ ബിക്കം an expert. That's a wrong thing, wrong concept. പക്ഷേ വന്നു കഴിഞ്ഞ് we give them such a way that you see it's not difficult എന്ന് മനസ്സിലാക്കിയാൽ they may stand. Right. So we are trying. So there is no easily Bruce Lee. No, there's no easily. Hard work. See, karate is mainly sweat. It's a hard work. Okay. But once you do the hard work and once you achieve something, then the parents also appreciate and the students will also understand the benefit of it. Students mean anybody from youngsters to the adults. So even a person who is 30 plus comes, I'm sure once he attend 4 or 5 sessions, I'm sure they will not leave the dojo. Okay. Because 1 hour is complete stress is out. 1 hour is just listening to us, is following the techniques. Not all is the same technique. We have different topics to talk and different techniques to learn. So lifelong you train, there are still like right. So it's interesting. Not like you do the same thing again and again for a long time. So we have a lot of syllabus. It's a vast subject. So I think people will be interesting to know what is really the traditional martial art. നാട്ടിലാവുമ്പോൾ ഇപ്പോൾ കരാട്ടെ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് സ്കൂൾ ലെവലിൽ തന്നെ വരുന്നുണ്ട്. ഇതിപ്പോൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാൻ വരുന്നു. ഹൗ കോസ്റ്റ്ലി ഈസ് ഇറ്റ് ടു ലേൺ കരാട്ടെ? See, if I adult, somebody who is smoking, who is a smoker, how much money is spent for buying cigarettes? He is not even giving 20% of that smoking, the cigarettes money to us. We are charging only 200 dirhams per month. Okay. He can quit his smoking and he can come into good shape. Yes. So we are helping actually in that way. Right. So your bad habits like smoking, drinking we can take it off with if you are serious in karate or any sports. Right. അപ്പോൾ വേറെ 2 ഇൻഡസ്ട്രീനെ ശരിക്കും നേരിട്ട് തന്നെ തട്ടി മാറ്റുകയാണ്. Not that. We are trying. See, our aim is to not hurt anybody. Our aim is to bring peace with spreading karate. This is not my aim. It is my master's aim. Sensei Hanshi Senpo Shimabukuro Sensei is a 10th dan from Okinawa, Japan. A 2nd generation karate. His father also was a 10th dan. So we are fortunate to get this type of masters on top of us. Okay. ചെറിയൊരു ഇടവേള. We'll be back with you in a short while.